ഹിറ്റ് സീരീസിൻ്റെ ഹിറ്റ് 3 എന്നുള്ള മൂവി റിലീസ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റാർ നാനിയാണ് ഇത്തവണ ഹിറ്റ് 3 ലീഡ് ചെയ്തേക്കുന്നത്. സൈലേഷ് കൊളാനുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഡയറക്ടർ നല്ലൊരു വർക്കാണ് ചെയ്തേക്കുന്നത്. കാരണം ഒരു എ ഗ്രേഡ് മൂവിയാണ്. ഇതിൽ ഫസ്റ്റ് തന്നെ അവർ സിനിമ റിലീസ് ചെയ്യണതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 18 വയസ്സിൽ താഴെയുള്ള ആരും പടം കാണാൻ വേണ്ടി വരരുതെന്നുള്ളത് നേരത്തെ അവർ പറഞ്ഞേച്ച ഒരു സംഭവം. കാരണം നമ്മൾ മാർക്കോയിൽ കണ്ടേക്കണ പോലത്തെയൊക്കെ തന്നെ വയലൻസാണ് ഇതിൽ കൊടുത്തേക്കണത്. ആദ്യം തുടങ്ങി അവസാനം വരെ ഈ വയലൻസ് തന്നെ. അവസാനത്തെ ഒരു 30 മിനിറ്റ് ഉണ്ട്, എൻ്റെ പൊന്നോ, നമുക്ക് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് കണ്ണ് വരെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് മാറ്റിപ്പോകും. അതേപോലത്തെ വയലൻസാണ് ചെയ്തു വെച്ചേക്കണം. 30 മിനിറ്റ് കണ്ടിന്യൂസ്, നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്തത്രോ സംഭവമാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. കഥയിലൊരു ചെറിയൊരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനാണ് ഇത്തവണ പോലീസ് ഓഫീസറായിട്ട് വന്നേക്കണത്, ACP അർജുൻ സർക്കാർ. ഞാൻ ആദ്യം തൊട്ട് അവസാനം വരെ ഒരേ മാനറിസം തന്നെയാണ് ചെയ്തേക്കുന്നത്. കാരണം പുള്ളി ചിരിക്കുന്നില്ല അവസാനം വരെ. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തതെന്ന് നമുക്കറിയാൻ പറ്റില്ല. പിന്നെ പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ്, അയ്യോ സ്വാഗ്, ഒന്നും പറയാനില്ല. കാരണം ഞാൻ വേറൊരു സംഭവമാണ് അത് ചെയ്തു വെച്ചേക്കുന്നത്. കാരണം ആദ്യം തുടങ്ങി അവസാനം വരെ ആ മെയിൻറ്റെയിൻ ചെയ്തേക്കണം. ആ കലിപ്പ്, ആ ഒരു സീരിയസ് ക്യാരക്ടർ പുള്ളി കണ്ടിന്യൂ ചെയ്ത് അവസാനം വരെ ആ ഒരു സെയിം മാനറിസം തന്നെ ചെയ്തേക്കണത്. ഞാൻ ആ കാര്യത്തിലൊന്നും പറയാനില്ല. നൈസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കഥനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ഇതിൽ പറയുന്ന കഥ ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പ്രൈമിൽ കിടപ്പുണ്ട്, പോയി കാണുക. ഫസ്റ്റും സെക്കൻഡും ഓരോ കേസുകളായിട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ, പക്ഷേ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലേക്ക് വരുമ്പോൾ നാനി എന്ന പോലീസ് ഓഫീസർ ആദ്യം 2-3 കൊല ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് പിന്നീട് അതൊരു നരേഷൻ നടക്കുന്നുണ്ട്. ഹിറ്റ് ഫസ്റ്റും സെക്കൻഡും തമ്മിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ ഫുള്ള് വയലൻസാണ്. കാരണം ലാസ്റ്റത്തെ ഒരു 30 മിനിറ്റ്സ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് കണ്ടിരിക്കാൻ പോലും പറ്റില്ല. കണ്ണ് വരെ നമ്മൾ സ്ക്രീനിൽ നിന്ന് മാറ്റിക്കളയാം. അതേപോലെ ഒരു സംഭവമാണ് ചെയ്തു വെച്ചേക്കണത്. പിന്നെ നമുക്ക് കുറേ ഗൂസ് ബംസ് ഒക്കെ തന്നെ സാധനങ്ങൾ കിട്ടാം. എന്തായാലും മ്യൂസിക് ചെയ്തേക്കണ ആരാണെങ്കിലും മ്യൂസിക് വർക്ക് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മ്യൂസിക് വർക്ക് എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ BGM ആ അടിപൊളി, ഒന്നും പറയാനില്ല. കഥയുടെ ഒരു 1 ലൈൻ പറയണമെങ്കിൽ, കഥയിൽ ആദ്യം കാണിക്കുന്നത് ഒരു റൂഡായിട്ടുള്ളൊരു ഓഫീസറാണ് ഇതിനകത്ത് നാനി ഞങ്ങൾ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ അതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. ആ ഒരു രീതിയിലാണ് നാനി ആ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. ആദ്യം തുടങ്ങി അവസാനം വരും പുള്ളി ആ സെയിം മാനറിസമാണ് കണ്ടിന്യൂ ചെയ്തേക്കുന്നത്. ഒരു സീനിൽ പോലും ഇയാൾ ചിരിച്ചിട്ടില്ല. അതെങ്ങനെയാണ് ഇത്ര 2 മണിക്കൂർ 58 മിനിറ്റും ഉണ്ട്, ആ ഒരു ടൈം വരെയും പുള്ളി ഇതിൽ ചിരിച്ചിട്ടില്ല. പുള്ളി ആ സെയിം സാധനം കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് പോയി. പിന്നെ നമുക്ക് അവസാനം, പടത്തിൻ്റെ അവസാനം പോയി കഴിയുമ്പോഴാണ് പുള്ളിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇത് ചെയ്യുന്നതൊക്കെ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അവസാനം തൊട്ട് മനസ്സിലാവും, ഒരു അവസാനം പോയി കഴിയുമ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമൊക്കെ അത് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഇമോഷണലാണ്, അതൊക്കെ കൊള്ളാം. പിന്നെ ഓവറോൾ പടം നോക്കി കഴിഞ്ഞാൽ, നമ്മൾക്കൊരു അടിപൊളി വയലൻസ് പടം കാണണമെങ്കിൽ ചോര പേടിയുള്ളവരാരും ഇതിനകത്ത് പോയി കാണരുത്. കാരണം അതേപോലത്തെ സംഭവം ചെയ്തു വെച്ചേക്കണത് നമ്മൾ മാർക്കോലെ കണ്ടേക്കണ പോലെയൊക്കെ തന്നെ. പിന്നെ ഇതിലൊരു 1/2 മണിക്കൂർ ആദ്യം തുടങ്ങി അവസാനം വരെ ബ്ലഡോട് ബ്ലഡാണ്. അത് എൻ്റെ പൊന്നു ഒന്നും പറയണ്ട. നമ്മളത് എങ്ങനെയാണ് ചില സമയത്ത് കണ്ണൊക്കെ എടുത്ത് സ്ക്രീനിൽ നിന്ന് കണ്ണൊക്കെ എടുത്ത് എൻ്റെ അരിയത്തിരിക്കണവരൊക്കെ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചപ്പാടൊക്കെ എടുക്കേണ്ടത് കണ്ടിട്ട് ഒന്നും പറയാനില്ല. പടം ഒരു 1 ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് വെബുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ്. പിന്നെ വയലൻസ് പേടിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോയി കണ്ടോട്ടെ. വലിയ ഒരു സംഭവം എന്നൊന്നും പറയാനില്ല, ഭയങ്കര വലിയ മൂവിയാണെന്നൊന്നും പറയാനില്ല. ഫസ്റ്റും സെക്കൻഡും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് 2-3 കമിയോ റോൾസൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത കണ്ടിന്യൂ ചെയ്ത് പോകാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഹിറ്റിൻ്റെ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് എൻഡിൽ കൊണ്ട് വരുന്നത് സെക്കൻഡിലെ നായകൻ്റെ കയ്യിലായിരിക്കും. അങ്ങനെ സെക്കൻഡ് നിർത്തിയേക്കുന്നത് തേർഡിലായിരിക്കും. അപ്പോൾ തേർഡിലെ കൊണ്ടുപോയി നിർത്തിയേക്കുന്നത് അടുത്ത് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന ഒരു നായകൻ്റെ അടുത്താണ്. അത് തമിഴിലൊരു നല്ലൊരു ലീഡിങ് ആക്ടറാണ്, നിങ്ങൾ എന്തായാലും ഇപ്പോൾ അറിയായിരിക്കും. അപ്പോൾ അടുത്ത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കാർത്തി ആയിരിക്കുള്ളൂ. വീരപ്പൻ, ACP വീരപ്പൻ എന്നുള്ള ആണ് അവൻ്റെ നെയിം. അപ്പോൾ പുള്ളി ആയിരിക്കുള്ളൂ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പോണത്. അപ്പോൾ ഈ സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് പോകും. കാരണം പഴയ ഇൻവെസ്റ്റിഗേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ
ട്വിസ്റ്റും അങ്ങനത്തെ പണ്ടാഗ്രഹങ്ങളൊന്നുമില്ല കേട്ടോ അതിനകത്ത്. ഇത് നോർമൽ ഒരു വയലൻസ് മൂവി. നമുക്ക് ഞാനിടെ കുറേ മാനറിസങ്ങൾ കാണാൻ പറ്റും. ഞാനിടെ വേറെ വെച്ച് കഴിഞ്ഞാൽ ഞാനിടെ ആ ഒരു സംഭവമൊക്കെ നല്ല രസമാണ് കാണാൻ തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ പ്രസൻസാണ് പുള്ള, ഒന്നും പറയാനല്ലോ, വേറെ ലെവൽ സ്ക്രീൻ പ്രസൻസാണ്. അപ്പോൾ ശ്രീനിധി ഷെട്ടിയും കൂടെ ഉണ്ട് ഇതിനകത്ത് നായികയായിട്ട്. ശ്രീനിധി ഷെട്ടിയും ഒരു പോലീസ് ഓഫീസറായിട്ടൊക്കെ തന്നെയാണ്. എന്നാലും നമുക്ക് കുറച്ച് ഗൂസ് പംസ് ഒക്കെ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് സെക്കൻഡൊക്കെ കണ്ടവർക്ക് മാത്രമേ അതൊക്കെ കിട്ടുള്ളൂ. കാരണം അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമിയോ ഒക്കെ വന്നു കഴിയുമ്പോൾ അതിനകത്ത് ഒരു പട്ടര സീനൊക്കെ ഉണ്ട്, അതൊക്കെ നൈസാണ്. എന്നാലും ഫുള്ളിൽ ഇതൊരു വയലൻസ് മൂവി. അപ്പോൾ എല്ലാവരും പോയി പടമൊക്കെ ഒന്ന് കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ്.